സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു ട്രേഡ് ഇട്ടുണ്ടായിരുന്നില്ലേ യൂറോ യു എസ് ഡിയിൽ. അപ്പോൾ യൂറോ യു എസ് ഡിയിൽ നമുക്ക് നമ്മുടെ എസ് എൽ അടിച്ചിരിക്കുകയാണ്. സോ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടിയത് നമുക്കിവിടെ നോക്കാം. പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്കിന്ന് കിട്ടിയത് ഏകദേശം $92 ആണ്. ഓക്കെ, ഇന്നത്തെ ട്രേഡിൽ മാത്രം നമുക്ക് $92 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, $59 $21 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഓവറോൾ $92 നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരൊറ്റ ട്രേഡിൽ നിന്ന്. സോ ട്രേഡിംഗ് വീക്കിനെ തിരിച്ചു പോവാം. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ടാർജറ്റും സെക്കൻഡ് ടാർജറ്റും അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ടാർജറ്റും സെക്കൻഡ് ടാർജറ്റും അടിച്ചിട്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും റിജക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ഈ റിജക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ ട്രേഡ് ഇടാൻ പോകരുത്. കാരണം മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് അറിയില്ല. കാരണം ഇവിടെ 2 പ്രാവശ്യം ക്ലിയർ റിജക്ഷൻ നടന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഈ ഒരു ചെറിയ റിജക്ഷൻ, ഇവിടെ 2 പ്രാവശ്യം ക്ലിയർ റിജക്ഷൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചെറിയ റിജക്ഷൻ ചിലപ്പോൾ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തോളന്നില്ല. അവിടെ ഓർഡേഴ്സ് ഉണ്ടെങ്കിലേ റെസ്പെക്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ന്യൂസൊക്കെ വന്നത് കൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ട്രേഡ് കിട്ടും. ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല. നമ്മൾ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഞാൻ ആ ട്രേഡ് വിട്ടു. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചോ, ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് വിടുക. മാർക്കറ്റിൽ 1000 കണക്കിന് ട്രേഡ് നമുക്ക് ഇനിയും കിട്ടും. നമ്മൾ ഈഗോ വിചാരിച്ചിട്ട് നമ്മൾ ഇനിയും ട്രേഡ് ഇട്ട് നമ്മൾ പൈസ കൊണ്ടേ കളയരുത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതാണ്. സോ പലരും അവിടുന്ന് വീണ്ടും റിജക്ഷൻ കിട്ടുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അവിടെ ട്രേഡ് ഇടും. സോ അത് പാടില്ല. നമ്മൾ നമ്മളെ ക്ലാസ്സുകളിലൊക്കെ എല്ലാത്തിലും പറയുന്നതാണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചോ, ആ ട്രേഡ് അവിടെ വിട്ടോ. വേറെ കറൻസി നോക്കിയാലും പ്രശ്നമില്ല, ആ കറൻസിയിൽ പിന്നെ ആ ട്രേഡ് നോക്കരുത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്ന വരെ ആ കറൻസി നോക്കരുത്. ഓക്കെ, സോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പലരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാതെ പോകുന്നുണ്ടോ ഒരു സംശയമൊക്കെ ഉണ്ട്. സോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടാന്നുണ്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ, ചെറിയൊരു ഇൻഫോർമേഷൻ ആയിട്ട് വന്നതാണ്. സോ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം.